الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ റജബ് മാസത്തിന്റെ അവസാന സമയത്താണുള്ളത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് ഏത് മാസത്തിലാണ് എന്നതിന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കൃത്യമായൊരു വിവരണം കാണുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് റജബ് 27-നാണ് എന്നും റമദാൻ 17-നാണ് എന്നും റബീഉൽ അവ്വൽ 17-നോ 12-നോ ആണ് എന്നും മുഹറം മാസത്തിലാണ് എന്നുമൊക്കെയുള്ള പല ചർച്ചകൾ, പല പണ്ഡിതാഭിപ്രായങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഇസ്രാ മിഅ്റാജിനെ പറ്റിയുള്ള ചർച്ചകൾ റജബ് 27-നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിൽ വളരെ സജീവമായി നടക്കുകയും അതിന്റെ പേരിൽ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആളുകൾക്കിടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്രാ മിഅ്റാജ് സംഭവത്തെ പറ്റി, അതിന് മുന്നോടിയായി നടന്ന ചില കാര്യങ്ങളെ പറ്റി, എന്തുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്നതിനെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ അസ്ര എന്ന് പറഞ്ഞ പദത്തിനർത്ഥം രാപ്രയാണം നടത്തുന്ന, രാത്രിയിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, അള്ളാഹു അത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയതിനെ പറ്റിയാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറജ എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് കയറി പോണെന്നാണ് പറയാ. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്ര നടത്തിയതിനെ പറ്റി സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നിലുള്ള ഒരു കാരണം എന്നത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൗഹീദുമായി കടന്നു വന്നപ്പോ ഇവളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരെ ഒന്നുമല്ല, ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് സമൂഹത്തോട് പറഞ്ഞപ്പോ
അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയത് അബൂ ത്വാലിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർക്ക് കൊല്ലുവാനും ഉപദ്രവിക്കുവാനും വിട്ടുകൊടുക്കുകയില്ല എന്ന് നിർബന്ധം ചെലുത്തിയ സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരുപാട് ഓഫറുകൾ അവർ വെക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ആ ഓഫറുകളെ സ്വീകരിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നദ്ധമാകുന്നില്ല. അബൂ ത്വാലിബിനോട് അവർ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാക്കൊലക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്താണ് ഒരു ബഹിഷ്കരണ നടപടിയുമായി അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ മുന്നോട്ട് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിലകൊള്ളുന്ന മറ്റു ഗോത്രത്തിലെ ആളുകളെയുമെല്ലാം ബഹിഷ്കരിക്കുവാനുള്ള തീരുമാനം അവരെടുക്കുകയാണ്. അവർ പ്രഖ്യാപിച്ചു, ലാ യൻകിഹൂന മിൻ ബനി ഹാഷിമിൻ വ ബനി മുത്തലിബ്, ബനു ഹാഷിമിൽ നിന്നും ബനു മുത്തലിബിൽ നിന്നും ഇനി ഒരാളെയും നമ്മൾ കല്യാണം കഴിക്കുകയില്ല. വല യുബായിഊനഹും, അവരോട് കച്ചവടം നടത്തൂല, അവർക്കൊരു വസ്തുവും വിൽക്കൂല. വല യുജാലിസൂനഹും, അവരോടൊപ്പം ഇരിക്കൂല. വല യുഖാലിസൂനഹും, അവരോട് മിങ്കിൾ ചെയ്യൂല. വല യദ്ഖുലൂന ഫീ ബുയൂതിഹിം, അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കൂല. വല യുകല്ലിമൂനഹും, അവരോട് മിണ്ടൂല. വല യഖ്ബലൂന മിൻഹും സുൽഹൻ അബദ, ഒരിക്കലും ഒരു സന്ധിക്ക് അവരുമായി കൊണ്ട് തയ്യാറാവൂല. ഈ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുകമ്പയും അവരോട് ഉണ്ടാവുകയും ചെയ്യൂല. അതിനൊക്കെ ഈ ബഹിഷ്കരണം നീക്കണമെങ്കിൽ ഒരേ ഒരു കരാറാണ് അവർ പ്രഖ്യാപിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാൻ വേണ്ടി വിട്ടുകൊടുക്കണം ബനു ഹാഷിം, ബനു മുത്തലിബ്, മുസ്ലിം സമൂഹം. അല്ലെങ്കിൽ അവർക്ക് ക്രൂരമായ ബഹിഷ്കരണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ സ്വീകരിച്ചു അബൂ ത്വാലിബ്. വിശ്വാസിയല്ലാത്ത അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രതിരോധം തീർത്തു. അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബനു ഹാഷിമും ശഅബ് അബീ ത്വാലിബ് 3 വർഷക്കാലം അവര് ബഹിഷ്കരിക്കപ്പെട്ടു. അതിക്രൂരമായി ബഹിഷ്കരിക്കപ്പെട്ടു. അവരുമായി കൊണ്ട് കച്ചവടം നടന്നില്ല. ഒന്നും വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാത്ത അവസ്ഥ അവരെ സംജാതമായി. പട്ടിണിയും വറുതിയും പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം വിഷമുള്ള നിലവിളികൾ ആ ശഅബ് അബീ ത്വാലിബിൽ നിന്ന് ഉയരുന്ന അവസ്ഥയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തോലും പച്ചിലയും വരെ കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ആ ബനു ഹാഷിം കുടുംബവും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധം തീർത്ത വിശ്വാസികൾക്കും പോകേണ്ടി വന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വിശ്വാസിയായി എന്നത് കാരണത്താൽ ബനു ഹാഷിമിൽപ്പെട്ട ആളല്ല, വിശ്വാസിയായി എന്ന കാരണത്താൽ ഈ ബഹിഷ്കരണത്തിന് വിധേയനായ ആളാണ്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഞാന് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ഷദീദ്, ഭയങ്കരമായ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിങ്ങനെ എന്റെ ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മൂത്രം വീഴുന്ന സ്ഥലത്ത് നിന്നൊരു പ്രത്യേകമായ ശബ്ദം, മണ്ണിലേക്കല്ലാതെ അത് തട്ടുന്നതിന്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാനിങ്ങനെ പരതി നോക്കിയപ്പോ അത് ഒരു ഒട്ടകത്തിന്റെ തോലാണ്. എന്നോ ഉണങ്ങിത്തീർന്ന ആ മണ്ണിൽ എവിടെയോ കിടക്കുന്ന ഒരു ഒട്ടകത്തിന്റെ തോൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വിസർജ്യമെല്ലാമായിട്ടുള്ള ആ തോൽ അത് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ അത് കഴുകി. എന്നിട്ട് ഞാൻ അതിനെ തീയിൽ കാണിച്ചു. എന്നിട്ട് ഞാനത് വെള്ളമൊഴിച്ചു. ഞാനതിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ചുകൊണ്ട് ആ വെള്ളം ഞാൻ കുടിക്കുന്ന അവസ്ഥയുണ്ടായി. 3 ദിവസം ഞാൻ നേരെ നിന്നത് ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുമാറ്. അതിക്രൂരമായി വിശപ്പ് അവരെ പിടികൂടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ അവർ ബഹിഷ്കരിക്കപ്പെട്ടു ഈ കാരണത്താൽ. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് അബൂ ത്വാലിബ് മരിച്ചു. അബൂ ത്വാലിബ് മരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധത്തിന്റെ ചിറക് വിടർത്തി നിന്നിരുന്ന അബൂ ത്വാലിബ് എന്ന മനുഷ്യൻ മരിച്ചപ്പോ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രവങ്ങൾ ഏൽക്കാൻ തുടങ്ങി. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ, ഒരു വിഡ്ഢിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങി പോരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വരെ മണ്ണ് വാരിയെറിഞ്ഞു ആ മനുഷ്യൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാസകലം മണ്ണ് പുരണ്ടത് കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടുന്നുണ്ട്. ആ സമയത്ത് വിഷമത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഐ ബുനയ്യ ലാ തബ്കീൻ ഫഇന്നല്ലാഹ മാനിഉൻ അബാക്. കരയുണ്ട മോളെ, അള്ളാഹു നിന്റെ ഉപ്പയെ തടയും, നിന്റെ ഉപ്പക്ക് സംരക്ഷണം പടച്ചോൻ തരും എന്ന് പറഞ്ഞിട്ട് ഒരു വിങ്ങലോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമുണ്ട്, മാനാലത് മിന്നി ഖുറൈശുൻ ശൈഅൻ അക്റഹ് ഹത്താ മാത അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിക്കുന്നത് വരെ ഖുറൈശികളിൽ നിന്ന് എനിക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വരില്ലല്ലോ എന്ന് തന്റെ പിതൃവ്യന്റെ മരണത്തെ ഓർത്തു വിങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ വർഷത്തിന് ഈ ഇസ്ലാമിക ചരിത്രം പേരിട്ടത് ആമുൽ ഹുസ്ൻ എന്നാണ്. അബൂ ത്വാലിബ് മരണപ്പെട്ട വർഷം അതേ വർഷം തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവചമായി നിന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന പേര് വരാനുള്ള കാരണം. മാ അബ്ദലനി ഖൈറൻ മിൻഹാ, അല്ലാഹുവാണ് സാക്ഷ്യം, ആ ഖദീജയ്ക്ക് തുല്യമായ ഒരു സ്ത്രീയെയും അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൽപ്പം ഗൗരവത്തോടുകൂടി ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി ദേഷ്യം പിടിപ്പിക്കുന്ന ചില വർത്തമാനങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞ വാക്കുണ്ട്, അള്ളാഹുവാണ് സാക്ഷി ആയിഷ, എനിക്ക് ഖദീജയേക്കാൾ ഉത്തമയായ ഒരു സ്ത്രീയെയും അള്ളാഹു പകരം തന്നിട്ടില്ല. ആളുകളൊക്കെ എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പ്രഖ്യാപിച്ചവരാണ് എന്റെ ഖദീജ. ആളുകളൊക്കെ എന്നെ കളവാക്കിയപ്പോ, എന്നെ നിഷേധിച്ചപ്പോ എന്നിൽ വിശ്വസിച്ചവളാണ് എന്റെ ഖദീജ. ആളുകളൊക്കെ എന്നെ സാമ്പത്തികമായി ഖരാമോ ചെയ്തപ്പോ, എന്നെ തടഞ്ഞപ്പോ അവരുടെ സമ്പത്ത് കൊണ്ട് എനിക്ക് കവചം തീർത്തവളാണ് എന്റെ ഖദീജ. ഖദീജക്ക് തുല്യമായി ഒരാളെയും എനിക്ക് അള്ളാഹു പകരം തന്നിട്ടില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപത്നി, അവരുടെ മരണം, അബൂ ത്വാലിബിന്റെ മരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ കാലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിലകൊള്ളാൻ കഴിയാത്ത അത്രയും തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന സമയം. ആ സമയത്താണ് വഴിയേതുമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ആമിറയുടെ നാടായ ത്വായിഫിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്. അവിടെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ സ്വീകരിക്കുമെന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ അഭയം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിരുന്നു. കല്ലേറുകൊണ്ടാണ് ആ സമൂഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റത്. ക്രൂരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നേരിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസ്ഥയൊന്ന് ആലോചിക്കുക. ഒരു പിടിവള്ളിയുമില്ലാതെ തന്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും കല്ലേറുകളും ക്രൂരമായ പീഡനങ്ങളും ഈ വിശ്വാസത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അല്ലാഹുമ്മ ഇലൈക അശ്കു ളഅഫ ഖുവ്വതി, പടച്ചോനെ എന്റെ ശക്തി ദുർബലത, ഞാൻ അതിനെപ്പറ്റി നിന്നോട് ആവലാതി പറയുന്നു. അല്ലാഹ് വഖില്ലത ഹീലതി, എന്റെ തന്ത്രക്കുറവിനെ പറ്റി ഞാൻ നിന്നോട് ആവലാതി പറയുന്നു. അല്ലാഹ് വഹവാനി അലന്നാസ്, ജനങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വരുന്ന തുടരെയുള്ള നിന്ദകളെ പറ്റി ഞാൻ നിന്നോട് പരാതി പറയുന്നു. റബ്ബേ യാ അർഹമർ റഹീമീൻ അൻത റബ്ബുൽ മുസ്തദഅഫീൻ, പടച്ചോനെ നീ ദുർബലരുടെ റബ്ബല്ലേ അല്ലാഹ്, വഅൻത റബ്ബി, നീ എന്റെ റബ്ബാണ് അല്ലാഹ് എന്ന് വിങ്ങിക്കരഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫിന്റെ മണ്ണിൽ അബ്ദാസിന്റെ തോട്ടത്തിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നബി ചരിത്രം നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധിയുടെ കനൽ ചൂളകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നോട്ട് പോകേണ്ടി വന്ന സമയത്ത് അല്ലാഹു നൽകിയ സമ്മാനമാണ് ഇസ്റാ മിഅ്റാജ് യാത്ര. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സൂറത്തുൽ ഇസ്റാഇന്റെ ഒന്നാമത്തെ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. സുബ്ഹാൻ
അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാത്രിയാനം നടത്തിച്ച അല്ലാഹു ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി, ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക്, അത്രമേൽ ദൂരമുള്ള സ്ഥലമാണ്. ഒരു രാത്രി കൊണ്ടൊന്നും അന്നത്തെ സംവിധാനങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ദൂരെയുള്ള സ്ഥലമാണ്. അവിടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയാനം നടത്തിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുഭാഗം അതിനെ അല്ലാഹു അനുഗ്രഹപൂർണ്ണമാക്കിയിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാതിന, നമ്മളുടെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളെ നേരിൽ കാണുവാൻ വേണ്ടിയാണ് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ പറഞ്ഞത് മുഴുവൻ കണ്ണുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോയതാണ്. മരിച്ചുപോയ മുൻകാല പ്രവാചകന്മാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുമായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നുണ്ട്. ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മളൊക്കെ കേട്ടതുമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രതിസന്ധികളുടെ സമയത്ത് അള്ളാഹു നൽകിയ ഒരു ഗിഫ്റ്റാണ്. അവിടെ നിന്ന് മിഅ്റാജിന്റെ യാത്ര ആരംഭിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വൻ നജ്മി ഇദാ ഹവാ, നക്ഷത്രം അസ്തമിച്ചാൽ അതിനെ തന്നെയാണ് സത്യം. മവല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരനെ തെറ്റ് വഴിപിഴച്ചിട്ടുമില്ല, അബദ്ധം പിണങ്ങിയിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും പറയുകയും ചെയ്യുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അദ്ദേഹം പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അല്ലമഹു ശദീദുൽ ഖുവ, അതിശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അദ്ദേഹത്തിന് ഈ ദിവ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. ദുമിറത്തിൻ, അതിശക്തനായ ഒരാൾ. ഫസ്തവ, ആ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ നിന്നു. വഹുവ ബിൽ ഉഫുഖിൽ അഅല, അകലെയുള്ള ഉന്നതമായ ചക്രവാളത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണുന്ന രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെളിവായി. സുമ്മ ബന, പിന്നീട് അദ്ദേഹം അടുത്തു. ഫതദല്ല, കൂടുതൽ അടുത്തു. ഫകാന ഖാബ ഖൗസൈനി, രണ്ട് വില്ലളവോളം, അമ്പെയ്യുന്ന വില്ലിന്റെ ആ രണ്ട് വില്ലുകളുടെ അളവോളം ജിബ്രീൽ അലൈഹിസ്സലാം അടുത്തു. ഔ അദ്ന, അതിനേക്കാൾ കൂടുതൽ അടുത്തു. അവിടെ നിന്ന് തന്റെ അടിമക്ക് വഹി നൽകുന്നതെല്ലാം അള്ളാഹു വഹിയായിക്കൊണ്ട് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം സാക്ഷ്യം വഹിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയം കണ്ട കാര്യത്തെ അദ്ദേഹത്തിന്റെ ഹൃദയം ഒരിക്കലും നിഷേധിക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നേരായി കണ്ട വിഷയത്തിൽ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കം നടത്തുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. വലഖദ് റആഹു നസ്റതൻ ഉഖറ, മറ്റൊരു ഇറക്കത്തിലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ യാത്രയിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇൻദ സിദ്റത്തുൽ മുൻതഹ, അകലെയുള്ള ഇലന്ത മരത്തിന്റെ അടുക്കൽ വെച്ച്. ഇൻദഹാ ജന്നത്തുൽ മഅവ, ആ ഇലന്ത മരത്തിന്റെ അടുക്കലാണ് സ്വർഗീയ ഭവനമുള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ ഇലന്ത മരത്തെ മറയിടേണ്ടതെല്ലാം മറയിട്ട സന്ദർഭം. മാ സാഗൽ ബസറു, അദ്ദേഹത്തിന് കണ്ണിന് തെറ്റിപ്പോയിട്ടില്ല. വമാ തഗ, അദ്ദേഹത്തിന് ക്രമം തെറ്റിയിട്ടുമില്ല. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളെ സ്വർഗ്ഗ നരകങ്ങളെയെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയിൽ കണ്ടു എന്ന് ഖുർആൻ പ്രഖ്യാപിക്കാനും ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആളുകൾക്കിടയിൽ ഭ്രാന്തനാണ്, എന്തൊക്കെയോ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ഉണ്ടായത്. അപ്പോഴാണ് സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമനോഹരമായി മിഅ്റാജ് യാത്രയെ പറ്റി സംസാരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളുകൾ ഓടി വരുന്നുണ്ട്. കേട്ടോ അബൂബക്കർ, ഞങ്ങൾ പറഞ്ഞതല്ലേ, ഈ മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞതല്ലേ, അന്നേ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ. ഇതാ ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്കും അവിടെ നിന്ന് ആകാശത്തിലേക്കും സ്വർഗനരകങ്ങളെ സാക്ഷിയാകുന്നതിനുമൊക്കെ പോയി എന്ന് നിന്റെ കൂട്ടുകാരൻ പറയുന്നത് നീ കണ്ടില്ലേ, കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഒരൽപ്പം സംശയത്തിന്റെ ലാഞ്ചനയില്ലാതെ അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇതിനേക്കാൾ അത്ഭുതമാകുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതെങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക എന്നൊരാശങ്കയുമില്ലാതെ ഒരു ശങ്കയുമില്ലാതെ
അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നത് അന്ന് കിട്ടിയ പേരാണ് അസ്സിദ്ദീഖ് എന്ന്. ആ സിദ്ദീഖ് എന്ന പേര് അവിടെ വെച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വഹ്യായി എത്തിയതാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു സംശയമില്ലാതെ അത് സ്വീകരിക്കണമെന്ന പാഠമാണ് ഇസ്രാ മിഅ്റാജ് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥകൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇസ്രാ മിഅ്റാജ്. അതിന് മുമ്പ് എന്തൊക്കെ പ്രയാസങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്. ഞാൻ ഈ വിശ്വാസിയായിട്ടും എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകളെ അള്ളാഹു ഈ വിശ്വാസത്തിന്റെ ഈ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറാണ്. ദീനിന് വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രതിരോധം തീർക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യത്തിലും സംശയം ഇല്ലാത്തവരായി മാറുക. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വനസ്റ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ റജബ് 27-ന് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന രീതി നമ്മളുടെ ആളുകൾക്കിടയിലൊക്കെ ഉണ്ട്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നോമ്പുകളുണ്ട്. അതിന്റെ വിഷയത്തിലൊന്നും ആളുകൾ വലിയ ഗൗരവം കാണിക്കുന്നത് കാണാറില്ല. നമ്മൾ റമദാനിലേക്ക് അടുക്കുകയാണ്. റമദാനിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ സുന്നത്ത് നോമ്പുകൾ കൊണ്ട് നമ്മൾ പരിശീലിക്കേണ്ടുന്ന ഒരു സമയമാണിത്. വ്യാഴാഴ്ച നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഈ ഇസ്രാ മിഅ്റാജ്, ഈ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയി വന്നതിന് ശേഷം ഒരിക്കലും സ്വഹാബത്തിൽ നിന്നോ അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നോ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്കെന്താ ഒരു നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നോൽക്കുന്നതിന് ആരാണ് എതിര്? ആർക്കാണ് വിരോധം? ആർക്കും വിരോധമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ സ്വീകരിക്കണം എന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഇതാഅത്ത് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു നോമ്പ് നമുക്ക് ഖുർആനിലോ ഹദീസിലോ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. പല ആളുകളും ഇതിനെപ്പറ്റി പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണോ, റമദാനിൽ ഏറ്റവും വലിയൊരു മുഅ്ജിസത്ത് ഉണ്ടായല്ലോ, ഖുർആൻ ഇറങ്ങി, അതുകൊണ്ട് തന്നെ റമദാനിൽ നോമ്പില്ലേ? യുക്തിയാണ്. പിന്നെ മുഹറം, ആശുറായിലെ നോമ്പുണ്ടല്ലോ, മുഹറം 10ന്റെ നോമ്പ്, അതിന് കാരണം എന്താ? ആ കടല് മുറിച്ച് കടന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തോടൊപ്പമുള്ള ബനൂ ഇസ്രായേലും രക്ഷപ്പെട്ടു, ഫിറഔൻ മുക്കി നശിപ്പിക്കപ്പെട്ടു. അത് വലിയൊരു മുഅ്ജിസത്തല്ലേ? ആ മുഅ്ജിസത്തിന് ശേഷവും നമുക്ക് നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇസ്രാ മിഅ്റാജ് വലിയ മുഅ്ജിസത്തല്ലേ? പിന്നെന്താ നോമ്പ് പറ്റാല്? ഇത് അഖ്ലാണ്, നഖ്ലല്ല, ബുദ്ധിയാണ്, പ്രമാണമല്ല. അതാണ് പ്രശ്നം. അള്ളാഹുവും റസൂലും പറഞ്ഞതാണ് ദീൻ, അല്ലെങ്കിൽ മുഅ്ജിസത്തിന് ശേഷത്തെ നോമ്പിന് തെളിവില്ല. ഇങ്ങനെയൊക്കെയാണ് ചില ഉസ്താദുമാരൊക്കെ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നത്. അബദ്ധമാണ്, അപകടമാണ്. അള്ളാഹുവും റസൂലും എവിടെ നോമ്പ് പറഞ്ഞോ അത് അനുഷ്ഠിക്കുക, പറഞ്ഞിട്ടില്ലേ പിന്നെ വേറെ ഒന്ന് നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം, പുതിയതായി ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് പറയാം. മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ ഇരുന്നിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതോടുകൂടി ഏത് സാധാരണക്കാരനും അത് ക്ലിയർ ആണ്. ഇതിനൊരു സംശയം വേണ്ട. സ്ത്രീകൾക്കാണ് പലപ്പോഴും ഇങ്ങനെയുള്ളതിലൊക്കെ സംശയം. പുണ്യം ഉണ്ടെങ്കിലോ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. പുണ്യമല്ല കിട്ടുക, കുറ്റാണ് കിട്ടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെ ദീനിലേക്ക് കൊണ്ടുവന്നാൽ അതിന് പുണ്യമല്ല, അതിന് കുറ്റമാണ് കിട്ടുക. 4 റക്അത്ത് നിസ്കരിക്കേണ്ട നൂറുസ്കാരം 5 റക്അത്ത് കൂലി ആഗ്രഹിച്ചിട്ട് അവൻ നല്ലതല്ല വിചാരിച്ച് നിസ്കരിച്ചാൽ അതിന് കൂലിയാണ് കിട്ടുക, കുറ്റാണ് കിട്ടുക? കുറ്റാണ് കിട്ടുക. കാരണം
കാരണം എന്താ? 4 റക്അത്ത് നിസ്കരിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ പഠിപ്പിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. റസൂൽ പഠിപ്പിച്ചതാണ് ദീന്. അവിടെ ക്ലിയർ ആണ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു അമൽ ചെയ്യാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തനമാണ് മിഅ്റാജ് നോമ്പ് പോലെയുള്ളത്, ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്ലിയറായും വ്യക്തമായും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതാണ് നമ്മളുടെ മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കലും മിഅ്റാജ് നോമ്പ് എന്നൊരു നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് നമ്മളുടെ കുടുംബത്തിലുള്ള ആരും നോൽക്കേണ്ടതല്ല, നോറ്റാൽ അതിന് കുറ്റമാണ് കിട്ടുക എന്നൊരു ബോധം നമുക്കുണ്ടാവുക. നമ്മളെ കുടുംബക്കാർക്കും മറ്റുമൊക്കെ നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.